ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ശർമ്മയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് സെഞ്ചുറി കണ്ട മത്സരത്തിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ശരിക്കും നമ്മൾ ഇന്നലെയാണ് കഴിഞ്ഞ സീസണിൽ ഏറെ കണ്ട ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ കണ്ട സൺറൈസേഴ്സിന്റെ വിശ്വരൂപം കണ്ടത്. 246 പോലൊരു കൂറ്റൻ സ്കോർ ചേസ് ചെയ്യുന്നതിന് യാതൊരു ഭയവുമില്ലാതെ അഭിഷേക് ശർമ്മ ബാറ്റ് വീശിയപ്പോൾ ആ സ്കോർ അവർ 10 പന്തുകൾ ബാക്കി നിൽക്കെയാണ് മറികടന്നത്. അങ്ങനെ തുടർച്ചയായ 4 പരാജയങ്ങൾക്ക് ശേഷം വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ സൺറൈസേഴ്സിനായി. മത്സരത്തിലേക്ക് വന്നാൽ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ IPL പതിവിന് വിപരീതമായി ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. തങ്ങളുടെ ക്യാപ്റ്റന്റെ ആ തീരുമാനത്തെ 100% ശരിവെക്കുന്നതായിരുന്നു ഓപ്പണർമാരായ പ്രിയാൻഷ് ആര്യയുടെയും പ്രഭ്സിമ്രാൻ സിംഗിന്റെയും പ്രകടനം. പ്രത്യേകിച്ച് പ്രിയാൻഷ് ആര്യ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച താരമാണ്. ഈ മത്സരത്തിൽ അതിനേക്കാൾ മികച്ച രീതിയിലാണ് തുടങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ ഓവറിലെ അവസാന 3 പന്തുകളിൽ തുടർച്ചയായി ബൗണ്ടറികൾ പറത്തിക്കൊണ്ട് പ്രഭ്സിമ്രാൻ സിംഗ് ആണ് വെടിക്കെട്ടിന് തുടക്കമിട്ടത്. രണ്ടാം ഓവർ എറിയാൻ വന്ന പാറ്റ് കമ്മിൻസിന്റെ രണ്ടാം പന്ത് തന്നെ അതിർത്തി വരെ കടത്തി പ്രിയാൻഷ് ആര്യ തന്റെ നയം വ്യക്തമാക്കി. പിന്നീട് ഇങ്ങോട്ടൊരു വെടിക്കെട്ട് തന്നെയാണ് നമ്മൾ കണ്ടത്. പവർ പ്ലേയിൽ പഞ്ചാബ് കിങ്സ് സ്കോർ ചെയ്തത് 89 റൺസാണ്. ഹർഷൽ പട്ടേൽ എറിഞ്ഞ 4-ാം ഓവറിന്റെ അവസാന പന്തിൽ പ്രിയാൻഷ് ആര്യ പുറത്തായെങ്കിലും 4 സിക്സറിന്റെയും 2 ബൗണ്ടറികളുടെയും അകമ്പടിയോടെ 13 പന്തുകളിൽ നിന്ന് 36 റൺസാണ് പ്രിയാൻഷ് എടുത്തത്. പിന്നീട് പ്രഭ്സിമ്രാന് കൂട്ടായി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ എത്തി. ഇരുവരും ചേർന്ന് സ്കോറിംഗ് മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ 7-ാമത്തെ ഓവറിൽ പ്രഭ്സിമ്രാൻ ഔട്ടാവുമ്പോൾ പഞ്ചാബിന്റെ സ്കോർ 91. പിന്നീട് വന്ന നെഹൽ വധേരയ്ക്ക് അതേ വെടിക്കെട്ട് തുടരാനായില്ലെങ്കിലും ഒരു സൈഡിൽ ശ്രേയസ് അയ്യർ അനായാസം ബൗണ്ടറികൾ കണ്ടെത്തി. പവർ പ്ലേയിൽ ഏകദേശം 15 റൺ റേറ്റിൽ 89 റൺസാണ് പഞ്ചാബ് സ്കോർ ചെയ്തതെങ്കിൽ മിഡിൽ ഓവേഴ്സ് വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയി. 7 മുതൽ 15 വരെയുള്ള ഓവറുകളിൽ പഞ്ചാബ് എടുത്തത് 88 റൺസാണ്. ഇതിനിടയിൽ അവർക്ക് 3 വിക്കറ്റ് നഷ്ടമായി. ഈ ഒരു ഫേസിൽ 3 വിക്കറ്റുകൾ വീണെങ്കിലും ശ്രേയസ് അയ്യർ അനായാസം ബാറ്റിംഗ് തുടർന്നു. പ്രഭ്സിമ്രാന്റെ വിക്കറ്റ് കൂടാതെ 27 റൺസ് എടുത്ത നെഹാൽ വധേരയും 2 റൺസ് എടുത്ത ശശാങ്ക് സിംഗുമാണ് ഈ ഒരു ഫേസിൽ പുറത്തായത്. പിന്നീട് ശ്രേയസ് അയ്യറിന് കൂട്ടായി മാക്സ്വെൽ വന്നു. ഇവർ ഇരുവരും ചേർന്ന് അനായാസം പഞ്ചാബിന്റെ സ്കോർ 250 മുകളിൽ എത്തിക്കുമെന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ഹർഷൽ പട്ടേൽ സൺറൈസേഴ്സിന്റെ രക്ഷകനായി അവതരിച്ചത്. ഹർഷൽ എറിഞ്ഞ 18-ാമത്തെ ഓവറിൽ ശ്രേയസ് അയ്യരും മാക്സ്വെലും പുറത്തായി. 36 പന്തുകളിൽ നിന്ന് 6 4ഉം 6 6ഉം ഉൾപ്പെടെ 82 റൺസ് എടുത്താണ് ശ്രേയസ് അയ്യർ മടങ്ങിയത്. ഹർഷൽ പട്ടേൽ എറിഞ്ഞ 18-ാം ഓവറിൽ 2 വിക്കറ്റ് കൂടാതെ വെറും 5 റൺസ് മാത്രമാണ് പഞ്ചാബിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. 19-ാമത്തെ ഓവർ എറിയാൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് വന്നു. ആ ഓവറിൽ അവർ വിട്ടുകൊടുത്തത് വെറും 8 റൺസ്. അങ്ങനെ ഒരു 250 മുകളിലേക്ക് കുതിക്കുകയായിരുന്ന പഞ്ചാബിനെ തടുത്തു നിർത്താൻ ഇരുവർക്കുമായി. അങ്ങനെ അനായാസം 250 മുകളിൽ സ്കോർ ചെയ്യുമെന്ന് തോന്നിച്ച പഞ്ചാബ് ഈ 2 ക്വയറ്റ് ഓവറുകൾക്ക് ശേഷം 230 താഴെ ഒതുങ്ങുമെന്ന് തോന്നി. എന്നാൽ മുഹമ്മദ് ഷമി എറിഞ്ഞ അവസാന ഓവറിൽ വീണ്ടും കാര്യങ്ങൾ മാറിമറിഞ്ഞു. അവസാന 4 പന്തുകൾ തുടർച്ചയായി മാർക്കസ് സ്റ്റോയിനിസ് സിക്സറിന് പറത്തി. അങ്ങനെ പഞ്ചാബിന്റെ ഫൈനൽ സ്കോർ 245 എത്തിക്കാൻ സ്റ്റോയിനിസിനായി. നല്ലൊരു ക്യുക്ക് കമിയോ റോൾ ആയിരുന്നു അത്. 245 റൺസ് എന്നൊരു കൂറ്റൻ സ്കോർ പോസ്റ്റ് ചെയ്തതോടെ പഞ്ചാബ് കിങ്സ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം ആദ്യത്തെ മത്സരത്തിൽ രാജസ്ഥാനെതിരെ 286 റൺസ് സ്കോർ ചെയ്തെങ്കിലും അതിനുശേഷം ഒരു മത്സരത്തിലും 200 കടക്കാൻ സൺറൈസേഴ്സിനായിരുന്നില്ല. എന്നാൽ പഞ്ചാബ് കിങ്സിന്റെ സകല പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അഭിഷേക് ശർമ്മ ബാറ്റ് ചെയ്തത്. പഞ്ചാബിനെ പന്തെറിഞ്ഞ ഒരു ബോളറെയും അഭിഷേക് ശർമ്മ വെറുതെ വിട്ടില്ല. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്നായി വെറും 27 റൺസ് മാത്രം സ്കോർ ചെയ്ത അഭിഷേക് ശർമ്മ അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാൻ ഉറച്ചാണ് ഇന്നലെ ക്രീസിലെത്തിയത്. അഭിഷേകിന്റെ ബാറ്റിന്റെ ചൂട് പഞ്ചാബ് കിങ്സ് ബോളർമാർ ശരിക്കും അറിഞ്ഞു. ഇതിനിടയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ക്രിക്കറ്റിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ക്യാച്ചസ് വിൻ മാച്ചസ്. ആ ഒരു വാചകം അർത്ഥവത്താണെന്ന് കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി തെളിഞ്ഞു. കാരണം അഭിഷേക് ശർമ്മ നൽകിയ അവസരങ്ങളൊന്നും പഞ്ചാബിന് മുതലാക്കാനായില്ല. അതിന് അവർക്ക് വലിയ വിലയും കൊടുക്കേണ്ടി വന്നു. അഭിഷേക് ശർമ്മയുടെ സ്കോർ 4 നിൽക്കുമ്പോഴാണ് പഞ്ചാബിന് ആദ്യത്തെ അവസരം കിട്ടുന്നത്. എന്നാൽ അത് മുതലാക്കാൻ സ്റ്റോയിനിസിനായില്ല. അതിനുശേഷം തന്റെ സ്കോർ 28 നിൽക്കെ അഭിഷേക് ശർമ്മയ്ക്ക് പഞ്ചാബ് അടുത്ത ലൈഫ് ലൈൻ നൽകി. ഇവിടെ യഷ് താക്കൂറിന്റെ ബദൽ അഭിഷേക് ശർമ്മയുടെ ക്യാച്ച് എടുത്തതാണ്. പക്ഷേ ആ പന്ത് നോ ബോൾ ആയിരുന്നു. അതിനുശേഷം അഭിഷേകിന്റെ സ്കോർ 56 നിൽക്കുമ്പോൾ ചഹലിനും ഒരു അവസരം ലഭിച്ചു. അതൊരു ടഫ് റിട്ടേൺ ക്യാച്ച് ആയിരുന്നു. അതെടുക്കാൻ ചഹലിനായില്ല. വേണമെങ്കിൽ ഇതൊക്കെ ഒരു ടഫ് ചാൻസ് ആണെന്ന് പറയാം. പക്ഷേ ബാറ്റർമാരുടെ പർദീസ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഇതുപോലെയുള്ള ഒരു ഹാഫ് ചാൻസ് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ വിജയം ഒരിക്കലും നേടാൻ കഴിയില്ല. അതുതന്നെയാണ് അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ബോളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച അഭിഷേക് സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം ഒരു നോട്ട് ഉയർത്തിക്കാട്ടി. ദിസ് ഈസ് ഫോർ യു ഓറഞ്ച് ആർമി. ഞാൻ എൻ്റെ ഈ ഇന്നിംഗ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആരാധകർക്ക് സമർപ്പിക്കുന്നു. അവിടം കൊണ്ടും അഭിഷേക് നിർത്തിയില്ല. വീണ്ടും അറ്റാക്കിംഗ് തുടർന്നു. സാധാരണ അഭിഷേകിനെ പോലെ തന്നെ ഡേഞ്ചറസ് ആവാറുള്ള ട്രേവിസ് ഹെഡ് ഇവിടെ ഒരു സെക്കൻഡ് ഫിഡിൽ ആ ഒരു റോളാണ് കളിച്ചത്. 37 പന്തുകൾ നേരിട്ട ഹെഡ് 9 4ഉം 3 6ഉം അടക്കം 66 റൺസ് എടുത്തു. 13-ാം ഓവറിൽ ചഹലിന്റെ പന്തിൽ മാക്സ്വെലിന് ക്യാച്ച് നൽകി ഹെഡ് മടങ്ങുമ്പോഴേക്കും അവരുടെ ടീം സ്കോർ 171 എത്തിയിരുന്നു. പിന്നീട് അഭിഷേക് ശർമ്മയ്ക്ക് കൂട്ടായത് ഹാൻറിച്ച് ക്ലാസനാണ്. സിംഗിൾ ഇട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കേണ്ട കാര്യം മാത്രമേ ക്ലാസൻ ഉണ്ടായിരുന്നുള്ളൂ. 17-ാമത്തെ ഓവറിലെ 2-ാം പന്തിൽ അഭിഷേക് ശർമ്മ പുറത്താവുമ്പോൾ സൺറൈസേഴ്സിന്റെ സ്കോർ 222. അതായത് പിന്നീട് അവർക്ക് വിജയിക്കാൻ വേണ്ടത് 22 പന്തിൽ 24 റൺസ്. 246 എന്നൊരു കൂറ്റൻ വിജയലക്ഷ്യം അത്ര എളുപ്പത്തിൽ നേടാൻ സാധിച്ചത് അഭിഷേക് ശർമ്മയുടെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഇന്നിംഗ്സ് കൊണ്ടാണ്. 55 പന്തുകളിൽ നിന്ന് 14 4ഉം 10 സിക്സറുകളും അടക്കം 141 റൺസാണ് അഭിഷേക് നേടിയത്. ഇത് IPL ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ്.
അഭിഷേക് പുറത്തായതിനു ശേഷം ഹൈൻറിച്ച് ക്ലാസിനും ഇഷാൻ കിഷനും ചേർന്ന് സൺറൈസേഴ്സിനെ വിജയത്തിലെത്തിച്ചു. 246 എന്നൊരു വിജയലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ പിന്നെയും സൺറൈസേഴ്സിന് 9 പന്തുകൾ ബാക്കിയുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. പഞ്ചാബിന്റെ ബോളിംഗ് നോക്കിയാൽ അല്പമെങ്കിലും മികച്ച രീതിയിൽ പന്തെറിഞ്ഞത് അർഷദീപ് സിംഗ് മാത്രമാണ്. 4 ഓവറിൽ 37 റൺസ് വഴങ്ങി 1 വിക്കറ്റാണ് അർഷദീപ് എടുത്തത്. വെറും 2 പന്ത് മാത്രം എറിഞ്ഞ ലോക്കി ഫെർഗൂസൺ പരിക്കേറ്റ് പുറത്തുപോയത് പഞ്ചാബിന് കനത്ത തിരിച്ചടിയായി. അങ്ങനെ ഒരു ബോളർ ഷോർട്ടായിട്ടാണ് അവർ മത്സരം പൂർത്തിയാക്കിയത്. എന്റെ അഭിപ്രായത്തിൽ ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിഷേക് ശർമ്മയുടെ പേര് പോലെ തന്നെ നമ്മൾ പരാമർശിക്കേണ്ട പേരാണ് ഹർഷൽ പട്ടേലിന്റേത്. 4 ഓവറിൽ 42 റൺസ് വഴങ്ങി പഞ്ചാബ് കിങ്സിന് 4 വിക്കറ്റുകളാണ് ഹർഷൽ പട്ടേൽ വീഴ്ത്തിയത്. ഇതിൽ 18ാം ഓവറിൽ ശ്രേയസ് അയ്യറിന്റെയും മാക്സ്വലിന്റെയും വിക്കറ്റുകൾ വീഴ്ത്തിയത് കളിയിൽ വഴിത്തിരിവായി. അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് എത്ര അപകടകാരിയായ ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയാം. ഇന്നലത്തെ മത്സരത്തിൽ വെറും 3 പന്തിൽ 2 റൺസ് മാത്രമാണ് ശശാങ്കിന് എടുക്കാനായത്. ക്രീസിൽ നിലയുറപ്പിക്കും മുമ്പേ ശശാങ്കിനെ വിക്കറ്റ് മുന്നിൽ കൊടുക്കാൻ ഹർഷൽ പട്ടേലിനായി. തുടക്കത്തിൽ ഏകദേശം ഒരു 300 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിക്കൊണ്ടിരുന്ന പ്രിയാൻ ഷാരയുടെ വിക്കറ്റ് എടുത്തതും ഹർഷൽ പട്ടേലാണ്. ഈ മത്സരത്തിൽ സൺറൈസേഴ്സിന്റെ ബോളിംഗ് സ്റ്റാർ ഹർഷൽ പട്ടേൽ തന്നെയാണെന്ന് നമുക്ക് പറയാം. ആദ്യ മത്സരത്തിലെ വിജയത്തിന് ശേഷം തുടർച്ചയായി 4 പരാജയങ്ങളുമായി പോയിന്റ് ടേബിളിൽ അവസാനം കിടന്ന സൺറൈസേഴ്സിന് ഈ വിജയം തീർച്ചയായും പുത്തൻ ഉണർവ് നൽകും. ഞാൻ ഈ മാച്ചിന്റെ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവരുടെ സ്ട്രെങ്ത് ബാറ്റിംഗ് ആണ്. ഇവർ വിജയിക്കണമെങ്കിൽ ഇവരുടെ ബാറ്റേഴ്സ് ഫോം ആവണം. ഇന്ന് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഫോമായി. ഇപ്പോൾ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ സംഭവിച്ചതുപോലെ പവർ പ്ലേയിൽ അവർ എതിരാളികൾക്ക് വിക്കറ്റ് നൽകിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കൂറ്റൻ സ്കോർ വളരെ എളുപ്പത്തിൽ ചേസ് ചെയ്ത് വിജയിക്കാൻ അവർക്കായി. ഈ സീസണിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയ പഞ്ചാബ് കിങ്സിനെതിരെയുള്ള ഈ വിജയം തീർച്ചയായും സൺറൈസേഴ്സിന് ഒരുപാട് ആത്മവിശ്വാസം നൽകും. ഇനി പഞ്ചാബ് കിങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്റിംഗ് വൈസ് ഇത് അവർക്ക് വളരെ മികച്ചൊരു മത്സരമായിരുന്നു. എന്നാൽ ബോളിംഗിലേക്ക് വന്നാൽ അവർക്ക് മറന്നു കളയാനാവുന്ന ഒരു പ്രകടനം. അഭിഷേക് നൽകിയ അവസരങ്ങൾ മുതലാക്കാനാവാതെ പോയത് അവർക്ക് തിരിച്ചടിയായെന്ന് പറയാം. ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.